ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എൻ്റെ തീരുമാനമല്ല. ഓക്കെ, ഞാൻ ഇപ്പോഴേ പറയാം, പുറത്തേക്ക് പോകുക എന്നുള്ളത് എൻ്റെ തീരുമാനമല്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്തായാലും പുറത്ത് പോകണമെന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല. വിളിച്ചിട്ട് അവരവരെ വഴിക്കും. അവരുടെ പ്രണയം ഫേക്ക് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു അത് അവിടെ വെച്ചിട്ട്. അല്ലേ, ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാ, സിമ്പിൾ. ബിഗ് ബോസിനകത്തേക്ക് വൈൽഡ് കാർഡായിട്ട് പോയിട്ടുണ്ടായ സിബിൻ അപ്പൊ അതിന്റെ ഉള്ളിലുള്ള മാനസിക സംഘർഷങ്ങളൊന്നും താങ്ങാൻ പറ്റാണ്ട് പുള്ളിക്കാരൻ അങ്ങനെ പുറത്തേക്ക് വന്നേക്കണാണ്. അപ്പൊ ഈ ഒരു സംഭവം സിബിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നുണ്ട് ബിഗ് ബോസിന്റെ അകത്ത്. കാര്യം അവിടെ ഉള്ള ഈ ജബ്രികളും മറ്റേന്റെയൊക്കെ വെറുപ്പിക്കലും എല്ലാം സഹിക്കാൻ പറ്റാണ്ട് ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ആശ്വാസമായിട്ട് കിട്ടിയ ഒരാളായിട്ടാണ് എനിക്ക് സിബിനെ തോന്നിയിട്ടുള്ളത്. അപ്പൊ നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഉണ്ടായ കുറെ സംഘർഷങ്ങൾ, അതായത് മാനസികമായിട്ടുണ്ടായ സംഭവങ്ങൾ കാരണം പുള്ളിക്കാരൻ പുറത്തേക്ക് പുറത്ത് വന്നിട്ട് പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ അടക്കം എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സിബിൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്വിറ്റ് ചെയ്തെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സിബിൻ വന്നിട്ട് കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്നും കണ്ടുനോക്കാം. ശരിക്കും ബിഗ് ബോസിൽ സിബി ചേട്ടൻ വന്നതിന് ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ ഈ കളി മാറിയ സമയത്ത് പുറത്തേക്ക് പോണത് ഞാൻ പറയട്ടെ, ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എൻ്റെ തീരുമാനമല്ല. ഓക്കെ, ഞാൻ ഇപ്പോഴേ പറയാം, പുറത്തേക്ക് പോകുക എന്നുള്ളത് എൻ്റെ തീരുമാനമല്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്തായാലും പുറത്ത് പോകണമെന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല. വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത്, നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ, നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടൊരു റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നുമല്ല. ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്തതല്ല ഷോ. സിബിൻ ഈ പറഞ്ഞതിനോട് ഞാൻ ഒട്ടും യോജിക്കുള്ള കാര്യം, നമ്മൾ തന്നെ ഇപ്പൊ ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ അവർക്ക് അറിയാം സിബിൻ അവിടെ കിടന്ന് ഈ കരഞ്ഞു വിളിച്ച ആ ഒരു സമയത്തൊക്കെ സിബിൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് പുറത്തു പോകണം. അതേപോലെ തന്നെ പുള്ളി അവിടെ മതിലി ആടാൻ നോക്കുന്നു, ഗേറ്റ് തള്ളി തുറക്കാൻ നോക്കുന്നു, അങ്ങനത്തെ പല സംഭവങ്ങളും അവിടെ ഉണ്ടായി. അപ്പോഴേ എല്ലാം പുള്ളിക്കാരെ പറഞ്ഞതെന്ന് വെച്ചാൽ തന്നെ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് എനിക്കൊരു ഒരു സപ്പോർട്ട് തന്നാൽ ഞാൻ ഇതിനകത്തേക്ക് ഉഷാറായിട്ട് തിരിച്ചു വരും, അങ്ങനെയൊന്നും അല്ല പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത്. പുള്ളി പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകണമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത്. ആ സിബിൻ ഇപ്പൊ വന്നിട്ട് പറയണാണ് ഞാൻ ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്തതല്ല, അതായത് ഞാൻ ഇതിന് ക്വിറ്റ് ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ സിബിനെ പുറത്താക്കിയതാണെന്നാണ് സിബിൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലാവുള്ള ഒരു പുറത്താക്കിയത് ഒരിക്കലും ബിഗ് ബോസ് ആവുന്ന അത്ര പറഞ്ഞു നോക്കിയെന്ന് തന്നെ എനിക്ക് തോന്നിയത്. അതായത് ബിഗ് ബോസ് അവിടെ നിർത്താനേ നോക്കുള്ളൂ മാക്സിമം. ഒട്ടും പറ്റാണ്ടായി കഴിഞ്ഞാലാണ് ബിഗ് ബോസ് പുറത്ത് വിടുള്ളൂ. അത് ഇപ്പൊ എനിക്ക് കണ്ടെടുത്തോളം സിബിന്റെ സ്വന്തം ഇഷ്ടത്തിൽ പുറത്ത് വന്നതാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് ഇപ്പൊ സിബിൻ ഇവിടെ പറയുന്ന പോലെ സിബിൻ ക്വിറ്റ് ചെയ്തതല്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല. സിബിൻ പറയുന്നുണ്ട് ഞാൻ എവിടെയും പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെയൊക്കെ പറയേണ്ട നമ്മൾ തന്നെ കണ്ടതാണല്ലോ. നമ്മൾ വെറുതെ എന്തിനാണ് സിബിന് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പോണെന്ന് അല്ല പുറത്ത് വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. നമുക്ക് ഇനി സംസാരിക്കാം, കുറച്ചുകൂടെ ലേറ്റസ്റ്റ് സ്റ്റേജ് സംസാരിക്കുന്നതല്ലേ നല്ലത്. കുറച്ചുകൂടെ പുറത്ത് വരാതിരിക്കാൻ അതിനകത്ത് തന്നെ നിൽക്കാൻ ശ്രമിച്ചിരുന്നു. നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ, നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ പ്രോസസ് ഒക്കെ ഇല്ലേ. ഓക്കെ, അപ്പൊ സിബിന് ചെറുതായിട്ട് പറഞ്ഞത് കയ്യിൽ നിന്ന് പോയി എന്നൊരു ഫീൽ ഇവിടെ വന്നെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാര്യം പുള്ളിക്കാരൻ പറഞ്ഞല്ല, അതായത് നമുക്ക് അവിടെ കയറ്റുന്നതിന് കുറെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനല്ല ഞാൻ അവിടെ നിൽക്കാൻ നോക്കി എന്നൊക്കെ ആദ്യം ഇങ്ങനെ പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കി. പിന്നെ പുള്ളിക്കാരൻ അവിടെ നിന്ന് അങ്ങ് വഴുതി മാറാൻ നോക്കിയ പോലെയാണ് എനിക്കത് കേട്ടപ്പോഴത്തേക്കും തോന്നി. ഇനി കറക്റ്റ് ആയിട്ട് എന്താണ് റീസൺ, അതായത് ഈ സിബിന് അതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് വരാനായിട്ടുണ്ടായ അത്രയ്ക്ക് മാനസിക സംഘർഷം വരാനായിട്ടുണ്ടായ കാരണം ഇപ്പൊ സിബിൻ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ട്രോമ വന്ന് മറ്റതാണ് മറിച്ചാണെന്നൊക്കെയാണ് പുള്ളിക്കാരൻ അതിനകത്ത് പറഞ്ഞത്. പക്ഷേ നമുക്കത് ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഈ സിബിന് നല്ല രീതിക്ക് അവിടെ നിന്ന് വഴക്ക് കേട്ട്, ആ ഒരു മോഹൻലാലിന്റെ നല്ല രീതിക്ക് വഴക്ക് കേട്ട്. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പുള്ളിക്കാരൻ പുറത്ത് വന്നതെന്നാണ് ബാക്കി എല്ലാവരും വിചാരിച്ചിരുന്നത്, ഞാൻ അടക്കം എല്ലാവരും വിചാരിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഇനി സിബിന്റെ വായന തന്നെ ആ ഒരു സംഭവം കേൾക്കാം. ഞാൻ ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു, നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഒരുപാട് സമയം പോകും. ബേസിക്കലി ഞാനൊരു എന്റർടൈനർ ആയിരുന്നല്ലോ. എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം. അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ലാൽ സാറ് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേദന ഉണ്ടാക്കി. അതായത് എന്റർടൈനർ അല്ലേ നമ്മുടെ തൊഴിൽ, അപ്പൊ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക്, ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ, എന്റെ എന്റർടൈനിങ് കയ്യിൽ നിന്ന് പോയോ? അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിന് ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം. അപ്പൊ ആ തോന്നലൊന്ന് പിന്നെ നമുക്ക് ഒരടിയല്ലല്ലോ, മെഷീൻ ഗണ്ണായിരുന്നില്ലേ.
ഓക്കെ, അപ്പൊ അതാണ് ക്ലിയർ ആയിട്ടുള്ള കാര്യം. എന്തിനാണ് സിബിൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നതെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. കാര്യം സിബിൻ അത്രത്തോളം അതിൻ്റെ അകത്ത് ചെയ്ത്. ഞാനും പറയൂട്ടോ, സിബിൻ അത്രയും ചീത്ത കേട്ട കാര്യമൊന്നും ഉണ്ടായില്ല സിബിൻ. അല്ല, സിബിന് ചീത്ത കേട്ടെങ്കിൽ തന്നെ ബാക്കിയുള്ളവർക്കും ചീത്ത ആക്കാനായിട്ട് ഇത് സിബിന് മാത്രമാണ് ആ ഒരു എപ്പിസോഡിനകത്ത് ഫുള്ള് സിബിനായിരുന്നു ചീത്ത കേട്ട ലാലേട്ടനെ. അപ്പൊ ആ ഒരു സംഭവത്തിനാണ് ഞാൻ അവിടെ യോജിക്കുള്ള കാര്യം. പുള്ളി ചെയ്തത് തെറ്റാണ്, പക്ഷെ എന്നാൽ അത്രത്തോളം ചീത്ത പറയാൻ കാര്യം പുള്ളി അവിടെ അത്രയും ചെയ്ത്, ബാക്കിയുള്ളവരവിടെ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴേക്കും പുള്ളി അവിടെ അത്രയും കാര്യങ്ങൾ ചെയ്ത്, പുള്ളി ആ പവർ ടീമിനകത്ത് കയറിയിട്ടാണെങ്കിൽ പുള്ളി പല കാര്യങ്ങളും അവിടെ ചെയ്ത്. അപ്പൊ ഈ ഒരു സംഭവം ചെയ്തിട്ട് അത്രയും ഒരു വിലയില്ലാണ്ട് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുള്ള. അപ്പൊ അങ്ങനെ ഒരു സംഭവം പറഞ്ഞതുകൊണ്ടാണ് പുള്ളിക്ക് മാനസിക സംഘർഷം വന്നിട്ട് പുള്ളി അതിൻ്റെ ഉള്ളിൽ നിന്നും സ്വയം ഇഷ്ടപ്രകാരം പുറത്തു വന്നത്. അതാണ് ശരിക്കും ഉണ്ടായ സംഭവം. അതിനെ ഇവിടെ സിബിൻ ന്യായീകരിക്കുന്നതായിട്ട്, അതായത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല വന്നതെന്നൊക്കെ പറഞ്ഞ് വെറുതെ ന്യായീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരൻ ഇപ്പം ആ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞല്ല. കാര്യം ഞാൻ ലാലേട്ടനെ എന്ന് ചീത്തട്ടപ്പോഴത്തേക്ക് അതെനിക്ക് വേദന ഉണ്ടാക്കി, അതുകൊണ്ട് ഞാൻ പുറത്തു വന്നു. അതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇനി ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യമൊക്കെ പറയുന്നുണ്ട്. അവരെ പറ്റി കേൾക്കുമ്പോൾ തന്നെ കലിയാണ്. ബാക്കി അല്ല, ഈ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്? അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ ആരാ? അവരൊക്കെ അവരെ ഗെയിം കളിച്ചിട്ട് അവരവരെ വഴിക്കും. അപ്പൊ അവരുടെ പ്രണയം ഫേക്ക് ആണെന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു അത് അവിടെ വെച്ചിട്ട്. അല്ലേ, ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാ, സിമ്പിൾ. സിബിൻ പുറത്ത് വന്നപ്പോഴും എന്താണോ പുള്ളിക്കാരൻ അതിന്റെ അകത്ത് പറഞ്ഞ ആ ഒരു സെയിം സ്റ്റാൻഡിൽ തന്നെ പുള്ളിക്കാരൻ ഉറച്ചു നിൽക്കണേ. കാര്യം അതൊന്നും തന്നെ പക്ക ഒരു ഉടായ്പാണ്. അത് കാണുന്ന എല്ലാവർക്കും, പച്ചവെള്ളം കുടിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അതൊന്നും തന്നെ പക്ക ഉടായ്പാണ് ഈ ജാസ്മിനും ഗബ്രിയും കൂടെ അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ സിബിന് പുറത്ത് വന്നിട്ട് പറയായിരുന്നു, ഓ അത് അവരുടെ ഗെയിമാണ്, അവരവിടെ കളിച്ചോണ്ടിരിക്കണല്ലേ, അവരങ്ങനെ കളിച്ചോട്ടെ, നമ്മൾ പുറത്ത് വന്നല്ലോ, അപ്പൊ നമുക്കിനി പുറത്തെ കാര്യങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറി പോവാറുണ്ട്. പക്ഷെ പുള്ളി ഡയറക്റ്റ് പറഞ്ഞ അവർ ഉടായ്പാണെന്ന് ഡയറക്റ്റ് ആക്കി പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിമിൽ ചേട്ടൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം, അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം, ബാക്കി 18 പേർക്ക് ഒരു ഗെയിം. ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട്. ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ ഇരുന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേൾക്കും, കാണും. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യണ്ടേ? ശരിക്കും അത് തന്നെയാണ് ഇവിടെ സിബിന് സംഭവിച്ചത്. അതായത് ബിഗ് ബോസിന് ഉണ്ടാവും ഒരു ഗെയിം, അതായത് ഇപ്പൊ കണ്ടസ്റ്റൻസ് അവിടെ കളിച്ചിരിക്കുന്നത് മാത്രമല്ല ഗെയിം, ബിഗ് ബോസ് ഒരു ഗെയിം കളിക്കും. ആ ഒരു ഗെയിമിനകത്ത് സിബിന് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല അവിടെ. ആ ഒരു ഗെയിമിനകത്ത് തന്നെയാണ് ഭൂരിഭാഗം പേർക്കും പണി കിട്ടുന്നത്. അപ്പൊ ആ ഒരു സെയിം സാധനത്തിനകത്ത് തന്നെ സിബിനും പണി കിട്ടി. ലാസ്റ്റ് സിബിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താവേണ്ട ഒരു അവസ്ഥ വരെ വന്ന് ഈ ബിഗ് ബോസിന് ഗെയിം കാരണം. ബാക്കിയുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ജാസ്മിന് ഫേവർ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്? അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല. നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ. ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുവോ? ഏറെ കയറ്റൂലേ? എങ്കിലും ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ ജാസ്മിനെ പറയുന്ന ഒരു നിങ്ങൾക്ക് തോന്നിയോ? തോന്നി. ഓക്കെ, അപ്പൊ ആ ഒരു സാധനം ഈ ജാസ്മിനെ ഫേവർ ചെയ്യുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നതിനോട് അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നും കാര്യങ്ങളും ഇല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സീസൺ നമ്മൾ നോക്കണമെങ്കിൽ എല്ലാവരും പറഞ്ഞ, അതായത് ഇപ്പൊ റെനീഷയ്ക്ക് കപ്പ് കൊടുക്കുള്ളൂ, അഖിൽമാരാർക്ക് കപ്പ് കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ആർക്ക് കപ്പ് കിട്ടി? അഖിൽമാരാറിനാണ് കിട്ടിയത്. അപ്പൊ ആ ഒരു സെയിം സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത്. അതായത് വെറുതെ എല്ലാവരും ജാസ്മിനെ ഫേവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വെറുതെ ജാസ്മിനെ നെഗറ്റീവ് ആക്കുന്ന അല്ലാണ്ട് വേറെ അതിനകത്ത് പ്രത്യേകിച്ച് ഉപകാരം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളത്. ബാക്കി അല്ല, ഈ സിബിൻ ചേട്ടൻ കാണിച്ചു എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ആരും പ്രേക്ഷകർ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് പറയാം. അത് BCCL റൂൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടാ. ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു. എനിക്ക് എന്താ പറയാ, ഊളയെന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറോടാ. എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ പ്രശ്നത്തിൽ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗിളിലൂടെയാണ്. അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. എനിക്ക് സിബിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് പുള്ളിക്കാരൻ ചെയ്തൊരു തെറ്റ് അതിപ്പോ പുറത്ത് വന്നിട്ടാണെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ പലരും നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ചെയ്തൊരു തെറ്റ് പുറത്ത് വന്നിട്ട് ന്യായീകരിക്കണമെന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ സിബിൻ അതൊന്നും ചെയ്തില്ല. അതിൻ്റെ അകത്ത് ഞാൻ ചെയ്തൊരു തെറ്റാണ്, അപ്പൊ അത് തെറ്റാണെന്ന് തന്നെ പുള്ളിക്കാരൻ അംഗീകരിച്ചു. അതെല്ലാം എല്ലാ റെസ്പോൺസിബിലിറ്റിയും പുള്ളിക്കാരൻ എടുത്തത് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ വാക്കൗട്ട് ചെയ്തത് എങ്ങനെയാണ്? വാക്കൗട്ട് എന്ന് എനിക്കറിയില്ല, അതങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് ഡോക്ടർ നിർദ്ദേശം. നിങ്ങൾക്ക് തോന്നുന്ന അപ്പൊ ഇതിന്റെ ക്രെഡിബിലിറ്റി പോകില്ല കേട്ടോ. ഈ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് ഇതിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല ഈ സംഭവം. ഞാൻ പറയട്ടെ, എനിക്കൊരു അഭിപ്രായം ഇല്ല. ശരി തെറ്റുകളില്ല, റേറ്റിംഗേ ഉള്ളൂ. സത്യം ആരോഗ്യ പ്രശ്നമില്ല എന്ന് പറയുകയും ഞാൻ പറയാം, നമ്മള് നമ്മുടെ ഫാമിലിനെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഞാൻ അവിടെ എന്താ മോനെ പറഞ്ഞോ. എന്താ ഇപ്പം വാക്കൗട്ട് ചെയ്തു ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്ന അർത്ഥത്തില് ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയും. അപ്പൊ നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ട? നമുക്കൊരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ള ഒരു ആവശ്യമുണ്ട്.
ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായിട്ടും കൺഫെഷൻ റൂം ആണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ്. അപ്പോൾ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഗെയിമർ എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ സിബിൻ ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കണതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കാര്യം പുള്ളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള പേരിലാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ബിഗ് ബോസിനെ, അപ്പൊ അവിടെ ഒരാൾ ചോദിക്കുന്നത് ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിനെ ബാധിക്കില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളി അതിനകത്ത് മറുപടി പറയുന്നില്ല. അപ്പൊ പുള്ളി ഇൻഡയറക്ട്ലി ബിഗ് ബോസ് എന്നെ പിടിച്ച് പുറത്താക്കി, അതായത് എൻ്റെ ഇഷ്ടപ്രകാരം അല്ലാണ്ട് ബിഗ് ബോസ് എന്നെ പിടിച്ച് പുറത്താക്കി, അതായത് എനിക്കിപ്പോൾ ഒരു റെസ്റ്റ് വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കി എന്നാണോ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലാവുള്ള ചേട്ടാ അതെ, അതായത് ഈ ഗെയിം ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ വാക്കൗട്ട് ചെയ്യുന്നതല്ല. അപ്പൊ ഒരു പ്രത്യേക ഒരു കണ്ടസ്റ്റന്റ് അവർ വിന്നർ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല ബ്രോ. അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ. ഇത് വെള്ളരിക്കപ്പെട്ടോ. സ്ക്രിപ്റ്റഡ് ആണോ? 100% സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല. സ്ക്രിപ്റ്റഡ് അല്ലെന്നാ ഞാൻ പറഞ്ഞു. 100% സ്ക്രിപ്റ്റഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് വരുമോ? ഓക്കെ, അപ്പൊ സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളതിനും സിബിനോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉത്തരം നൽകുന്നുണ്ട്. അതായത് 100% സ്ക്രിപ്റ്റഡ് അല്ല എന്നാണ് പുള്ളി പറയുന്നത്. കാര്യം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയം, എല്ലാവർക്കും മാത്രമല്ല എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സംശയം, അതായത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ, ഇതൊക്കെ സ്ക്രിപ്റ്റ് വെച്ച് നടക്കുന്നത്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും, പക്ഷെ ആ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻസ് അറിയൂല ആ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് അവര് ബിഗ് ബോസിന്റെ ടീമിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും, ഇത് എങ്ങനെയൊക്കെ നടക്കണമെന്നുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. പക്ഷെ കണ്ടസ്റ്റൻസ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇങ്ങനെ ഭയങ്കര എന്തോ ഇങ്ങനെ ഇപ്പൊ നിലാവത്ത് അയച്ചിട്ട് കോഴികളെ പോലെ അവരെ എവിടെ നടക്കും. ബിഗ് ബോസ് അവരെ വെച്ച് ഇങ്ങനെ കളിപ്പാവളെ പോലെ കളിക്കും, അത്രയാണ് അവിടെ നടക്കുന്നത്. അല്ല, ഐ എം വെരി മച്ച് ഓവർവെൽംഡ്. എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചത് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. എന്താ പറയാ, സ്നേഹം മാത്രം എല്ലാവരുടെ അടുത്തും. വിളിക്കട്ടാ. താങ്ക് യു ഗൈസ്, താങ്ക് യു. കാണാം, താങ്ക് യു. ഓക്കെ, അപ്പൊ സിബിന് ഇവിടെ ഇനി വിളിച്ചാൽ പോവും എന്നുള്ള രീതിക്ക് ഒരു സൂചന നൽകിയിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ പോകുന്നത്. അപ്പൊ ഇനി വിളിക്കുമോ എന്നുള്ളതൊന്നും ഇനി മിക്കവാറും വിളിക്കൂലായിരിക്കും. അപ്പൊ ആ ഒരു സംഭവം, അപ്പൊ ഈ സിബിൻ ഇവിടെ പറഞ്ഞതെല്ലാം വെച്ചിട്ട് എനിക്ക് സിബിനോട് അഭിപ്രായ വ്യത്യാസം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ പുള്ളി പറഞ്ഞല്ല, അതായത് ഇപ്പൊ എന്നെ അതിൽ നിന്നുള്ളിൽ നിന്ന് പുറത്താക്കിയതാണെന്നുള്ള ഇൻഡയറക്ട്ലി പുള്ളിക്കാരൻ പറയുന്ന പോലെ എനിക്കിത് കേട്ടപ്പോഴത്തേക്കും തോന്നി. അപ്പൊ ആ ഒരു സംഭവം മാത്രമാണ് എനിക്ക് ഇവിടെ സിബിനോടൊരു വിയോജിപ്പായിട്ട് തോന്നിയത്. അല്ലാണ്ട് ഇപ്പൊ ബാക്കി വേറെ സിബിൻ പറഞ്ഞ എല്ലാ കാര്യത്തിനോടും ഞാൻ സിബിനോട് യോജിക്കുന്നത്. അതായത് ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വിഷമം വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനോടെല്ലാം ഞാൻ സിബിനോട് യോജിക്കുന്നത്. അപ്പൊ എന്താണ് ഇത് കണ്ടപ്പോഴത്തേക്ക് സിബിനെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോ താഴെ കമന്റ് ആയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.